എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജയകുമാരി എസ്, പ്രിൻസിപ്പൽ ഓഫ് KET കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, പറമ്പിൽമുകൾ, ബാലുശ്ശേരി. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ വിലയേറിയ അല്ലെങ്കിൽ അമൂല്യമായ ചില നിമിഷങ്ങളെക്കുറിച്ചാണ്. ആ നിമിഷങ്ങൾ വളരെ അമൂല്യമാണ് എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. ഈ അമൂല്യമായ നിമിഷങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വളരെ ആഴത്തിലുള്ളതും എന്നാൽ വളരെ ലളിതവുമായ ഒരു മനഃശാസ്ത്ര വാചകമുണ്ട്. എന്താണെന്നല്ലേ? ദെർ ഈസ് എ ഗ്യാപ്പ് ഓർ സ്പേസ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. അതായത് സ്റ്റിമുലസ്, റെസ്പോൺസ് എന്നീ രണ്ട് പദങ്ങൾക്കിടയിൽ ഒരു ഇടവേളയുണ്ട്. ഇനി ഈ പദങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. സ്റ്റിമുലസ് എന്ന വാക്കിനർത്ഥം ഉദ്ദീപനം എന്നാണ്. റെസ്പോൺസ് എന്നാൽ പ്രതികരണം. ഇനി ഇതെന്താണ്? ഈ വാക്ക് എവിടെയാണ് നമ്മൾ നിത്യജീവിതത്തിൽ പരിചയപ്പെടുന്നത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ നിത്യേന ഒരുപാട് ആളുകളുമായി ഇടപഴകാറുണ്ട് അല്ലേ? അത് നമ്മുടെ കുടുംബത്തിലാകാം, നമ്മുടെ ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായാകാം, ഇനി അധ്യാപകരാണെങ്കിൽ ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികളുമായാകാം, ഇനി ഇതൊന്നുമല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു യാത്രയിലെ സഹയാത്രികരുമായി ഇടപഴകാം. ഇനി നമ്മൾ ഇടപഴകുന്ന ആളുകളുടെ വാക്ക്, പ്രവൃത്തി ഒക്കെ പലപ്പോഴും സ്റ്റിമുലസുകളാണ്. അപ്പോൾ സ്റ്റിമുലസ് എന്നാൽ എന്തെന്നൊരു ഉദാഹരണത്തിൽ കൂടെ നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇടപഴകുന്ന ആളുകളുടെ സ്റ്റിമുലസുകളാകുന്ന വാക്ക്, പ്രവൃത്തി, ഇതിനോട് നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു, അതാണ് റെസ്പോൺസ്. ഈ പ്രതികരണം, സ്റ്റിമുലസ് നമുക്ക് കിട്ടി, നമ്മൾ പ്രതികരിക്കുന്നു. ഈ പ്രതികരണം, സ്റ്റിമുലസ്, റെസ്പോൺസ്, ഇതിനിടയ്ക്കുള്ള ഈ നിമിഷങ്ങൾ ചില ആളുകൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. ചിലരതിനെ വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്ത് ആ സിറ്റുവേഷൻ മോശമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം? ഈ നിമിഷങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി തീർച്ചയായും വ്യത്യസ്തമാണ് പലരും, കാരണം വ്യക്തിവൈവിധ്യങ്ങളുണ്ട്. എങ്കിലും പൊതുവായി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഈ നിമിഷങ്ങളെ വളരെ മനോഹരമാക്കി കൈകാര്യം ചെയ്യുവാൻ കഴിയും. ഞാൻ പറഞ്ഞു, സ്റ്റിമുലസിനും റെസ്പോൺസിനും ഇടയിലുള്ള നിമിഷങ്ങൾ വളരെ അമൂല്യമാണ്. എന്തുകൊണ്ടെന്നാൽ ആ നിമിഷങ്ങളാണ് നമ്മുടെ പവർ ഓഫ് ഡിസിഷൻ അല്ലെങ്കിൽ പവർ ഓഫ് ആക്ഷനെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ പ്രവൃത്തി എന്താണ്, നമ്മുടെ തീരുമാനം എന്താണ് എന്ന് നിർണ്ണയിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ ഒരു അടുത്ത ബന്ധു നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റുമില്ല, ഒരു പ്രകോപനം ഉണ്ടാകാതെ നമ്മളോട് വന്ന് പെട്ടെന്ന് കയർത്ത് സംസാരിക്കുന്നു. ചിലപ്പോൾ നമ്മളെ ഒന്ന് അടിക്കാൻ വളരെ വളരെ തയ്യാറാകുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മാറുന്നു. ഈ സന്ദർഭത്തിൽ ചിലരെന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്താൽ ആളോട് നമ്മളും റെസ്പോണ്ട് ചെയ്യുന്ന വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കാം. ചിലപ്പോൾ നമ്മളും കൈ ഉയർത്താം. അപ്പോൾ അവിടെ എന്തുണ്ടായി? അവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാകുന്നു. നമ്മളും ആ വ്യക്തിയും തമ്മിലുള്ള വ്യക്തിബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാകുന്നു. ഇത് കാഴ്ചക്കാരിലും വല്ലാത്തൊരു മാനസിക വ്യാപാരം ഉളവാക്കും അല്ലേ? അതിന് പകരം നമ്മൾ ഒരു നിമിഷം ഒന്ന് ആ ഗ്യാപ്പ് ഒന്ന് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട്, ഇവനിങ്ങനെ പറയാൻ ഒരു കാരണവും ഇല്ലല്ലോ, എന്തെങ്കിലും തെറ്റിദ്ധാരണയായിരിക്കും, ഓക്കെ, അത് ഞാനങ്ങ് ക്ഷമിക്കാം എന്ന് നമ്മളൊന്ന് വിചാരിച്ച് നമ്മളൊന്ന് കൂളായി അവിടെ നിൽക്കുകയാണെങ്കിൽ ആ ആളിൻ്റെ സ്റ്റിമുലസ് കുറച്ച് അയഞ്ഞ് അദ്ദേഹവും ശാന്തനായി ആ സിറ്റുവേഷൻ വളരെ മനോഹരമായി മാറാം അല്ലേ? ഇത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. പക്ഷേ ഇതിനെ നമുക്ക് എങ്ങനെ ഇതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്താം. അതിന് പല പല മാർഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു പദം. സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഈ പദത്തിൽ 4 അക്ഷരങ്ങളുണ്ടല്ലേ? ഒന്നാമത്തെ അക്ഷരം എസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്റ്റെപ്പ് ബാക്ക്, ഒന്ന് പുറകോട്ട് പോവുക. അതായത് നമ്മളോട് കയർത്ത് നമ്മളെ അടിക്കാൻ വരെ പോകുന്ന ഒരു ശരീരഭാഷയിലേക്ക് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ അടുത്ത ബന്ധു വരുമ്പോൾ നമ്മൾ ഒരടി പുറകോട്ട് പോകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക വ്യാപാരത്തിൽ നമ്മളവിടെ ചിന്തിക്കുകയാണ്, വേണ്ട, ഇവനോട് ഞാനിവിടെ കയർത്താൽ ശരിയാവില്ല, ഇവൻ എത്ര നല്ല സുഹൃത്താണ്, അല്ലെ എത്ര നല്ല ബന്ധുവാണ്, ഇവൻ നല്ലൊരു മനുഷ്യനല്ലേ, എന്തിന് ഞാൻ അവനോട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്തു? നമ്മൾ ഒരടി നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും നമ്മുടെ ശരീരഭാഷയൊക്കെ ഒന്ന് പുറകോട്ട് പോകുന്നു, കുറച്ചുകൂടെ ഒന്ന് ആയിരുന്ന രീതിയിലേക്ക് മാറുന്നു. ഇനി രണ്ടാമത്തെ അക്ഷരം ടി എന്ന് പറഞ്ഞാൽ ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. നമുക്കറിയാം, ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുത്ത് അത് പുറത്തേക്ക് വിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരവും മനസ്സും നല്ല രീതിയിൽ റിലാക്സ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദീർഘശ്വാസം എടുക്കുന്നത് വഴി നമ്മുടെ പെട്ടെന്നുള്ള പ്രകോപനം ഒക്കെ ഒന്ന് കുറഞ്ഞ് നമ്മൾ തന്നെ ഒന്ന് വളരെ റിലാക്സ്ഡായി നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ട്രിഗറൊക്കെ അങ്ങ് മാറും.
ഇനി മൂന്നാമത്തെ അക്ഷരം ഒ എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുക. നമുക്ക് നമ്മളെ തന്നെ നിരീക്ഷിക്കാം, നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം, അല്ലേ? നമ്മുടെ ചിന്ത ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ശരി, അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. അതേസമയം സമചിത്തത്തോടുകൂടി ആ ഒരു ഡിസിഷൻ എടുക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും അവൻ അങ്ങനെ പറയാം, ഇതിനെ പറയില്ല, ആരോ അല്ലെങ്കിൽ എന്തോ ഒരു തെറ്റിദ്ധാരണയാണ്, അത് നമുക്ക് ശരിയാക്കി എടുക്കണം എന്നുള്ള ചിന്തയാണ് വരുന്നതെങ്കിലോ നമ്മുടെ ശരീരഭാഷ മാറി അവിടെ എന്താണ്, നമ്മൾ തന്നെ നമ്മളെ നിരീക്ഷിച്ച് നമ്മുടെ ചിന്തകളെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഈ 3 കാര്യങ്ങൾ നല്ല രീതിയിൽ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ എന്താണ് ലാസ്റ്റ് ലെറ്റർ പി, അതായത് പ്രൊസീഡ് മൈൻഡ്ഫുള്ളി, നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെയാണ് സമചിത്തത്തോടുകൂടി ആ സിറ്റുവേഷനെ മുമ്പോട്ട് വന്ന് കൈകാര്യം ചെയ്ത് വളരെ കൂളാക്കി നമ്മളോട് കയർത്തു വന്ന ആളിനെ നമുക്ക് സ്നേഹപൂർവ്വം കൈകൊടുത്ത് പിരിഞ്ഞു പോകാനുള്ള അവസരം ഉണ്ടാക്കാം. ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, അല്ലേ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളുമായിട്ടും ഒക്കെയുള്ള ഇടപെടലുകളിൽ ഇതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഓർത്താൽ കുറച്ചുകൂടെ ബെറ്ററായി നമുക്ക് പെരുമാറാനും ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ശ്രദ്ധിച്ച് നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടെ നല്ല വ്യക്തികളായി മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.